ഹായ് ഓൾ. നമ്മുടെ ഇഷാനിയും ഇക്കുവും ഈനും ഒക്കെ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മുടെ അബുലു സാറിനെയാണ്. അപ്പോൾ ദേ അബുലുക്കുട്ടൻ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കളിക്കാൻ വന്നതാണ് കേട്ടോ അബുലുക്കുട്ടൻ. അപ്പോൾ ദാ നമ്മുടെ വീട്ടിലെ പേരയാണ് ഇത്. നമ്മൾ പെരവാസൊരു സമയത്ത് വെച്ച പേരയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുണ്ടായ പേരൊക്കെയാണ്, 2 പേരൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം കിളിയൊക്കെ കൊത്തി അത് നശിപ്പിച്ചു. അപ്പോൾ ഞാൻ അടുത്തതിന് ഞാൻ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് കവറിലാക്കി ഇട്ടേച്ചു. പക്ഷെ അത് പറിക്കാറായിട്ടുണ്ട്, കാരണം ഇപ്പോൾ പഴുത്തു. ചെറുതാണെങ്കിലും ആൾ പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനി ആർക്കും കിളിക്കൊന്നും കൊടുക്കണ്ട. ഒരെണ്ണം കിളിക്ക് കൊടുത്തു, ഇനി നമുക്ക് ഒരെണ്ണം നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പറിക്കാമെന്ന് വിചാരിച്ചു. ഈനു ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അടുത്തത് ഇഷാനിയാണ്. ഇഷാനിക്ക് ആകെ ഒരു ഇറിറ്റബിളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് കണ്ട ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഒരു പുഴു അവിടെ കിടപ്പുണ്ട്, അതും വളരെ അങ്ങ് മാറിയാണ്. അവിടെ കൈ പോലും അതിൽ തൊടില്ല. പക്ഷേ എന്നാലും അവൾക്ക് ഭയങ്കര പ്രശ്നം. അത് പറിക്കാൻ പറ്റില്ല, പുഴുവുണ്ട്, അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറിക്കുന്നെങ്കിൽ ഒന്ന് പറിക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഇഷാനയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അത് പറിച്ചെടുക്കുകയാണ്. നമ്മൾ പറിച്ചെടുത്തു നമ്മുടെ പേരയ്ക്ക. കണ്ട, ചെറുതാണെങ്കിൽ ആൾ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി അത് ഒരെണ്ണേ ഉള്ളെങ്കിൽ ഒരെണ്ണം നമ്മളെല്ലാവരും കൂടി അത് അങ്ങ് കഴിച്ചു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ചെറിയ കുഞ്ഞാപ്പിയും കഴിച്ചു കേട്ടോ. അവനും വന്ന് എടുക്കുന്നുണ്ട്, അവനും കഴിച്ചു, എല്ലാവരും കഴിച്ചു. നമ്മുടെ ഈനു നമ്മുടെ വീടൊക്കെ വൈകുന്നേര സമയമാണ്. അപ്പോൾ ഈനു വീടൊക്കെ തൂക്കാമെന്നും പറഞ്ഞിട്ട് ഈനു ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീടൊക്കെ തൂത്തിടാൻ നോക്കുവാണ്. ഈനു അടുക്കളയൊക്കെ നന്നായിട്ട് അടുക്കി തൂത്ത് പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇഷാനിയുടെ ഡാൻസാണ്. ഇഷാനി മടിച്ചാണ്. ഇഷാനി അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അവൾ അവളുടെ കാര്യങ്ങൾ, ക്രാഫ്റ്റ്, ഡാൻസ് അങ്ങനെ നടന്നോളും. ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എവിടെ നിന്നാലും ഡാൻസാണ്. തട്ടടവ് അങ്ങനെ പലവിധ പേരുകളും പറഞ്ഞ് ഡാൻസും കളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇഷാനിയുടെ പണി. ഇവിടെ കണ്ടോ, അവിടെ നിന്ന് അവിടെ ഡാൻസ് കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാവം ഇനായി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൃത്തിയായിട്ട് അവൾ ചെയ്യും എല്ലാ കാര്യങ്ങളും. അപ്പോൾ പാവം കൊച്ച് അവൾ തൂക്കുന്നു, മറ്റവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇടയ്ക്ക് വാതിൽ തുറക്കാനൊക്കെ നോക്കുവാണ്. അവൾ തുറന്നിട്ട് കൊടുത്ത് അവൾ നന്നായിട്ട് അടിക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കണം. അനിയത്തിക്ക് പണി കൊടുക്കുവാണ് ചേച്ചി. അനിയത്തി പാവയെല്ലാം ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെറുക്കൻ ഈനുവിൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് കളിപ്പാത്രങ്ങൾ എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഫൈറ്റ് ഉറപ്പാണ് ഈനു ഇക്കും കൂടി. അവൾ കാണാതെയാണ് ഇതൊക്കെ എടുത്തിട്ട് കളിക്കുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ അതിനവിടെ തിരിച്ചു വന്ന് എന്തായാലും നല്ല ഫൈറ്റ് ഉണ്ടാവും. നമ്മുടെ ഇവിടെ വൈകുന്നേരം വരെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആവുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി, എങ്കിൽ നല്ല വെയിലും ഇല്ലായിരുന്നു. ഇഷാനിക്കൊന്ന് കറങ്ങാനൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. മഴയത്ത് വലിയ മഴയില്ലല്ലോ. അപ്പം പിന്നെ ഇന്നലെയൊക്കെ പെയ്ത മഴയുടെ വെള്ളമൊക്കെ ഇന്ന് കുറച്ച് താന്നു. പിന്നെ രാത്രി അധികം മഴ ഉണ്ടായിരുന്നില്ല, രാവിലെ ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം വെയിലിങ്ങനെ തെളിഞ്ഞ പോലെ തോന്നിയെങ്കിലും തെളിഞ്ഞില്ല. അപ്പോൾ വലിയ വെള്ളമില്ലാത്തതുകൊണ്ട് പുള്ളിക്കരുതേ കറങ്ങാൻ പോവാണ്. നമ്മുടെ അവിടുത്തെ എന്താണ്, ചാലിലൊക്കെ വെള്ളമായി കേട്ടോ. തോട്ടിൽ എല്ലാവരും കർക്കിടമായപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ മഴയില്ല, ഇതെന്താ ലോകാവസാനമാണോ? ഏറ്റവും ദിവസം മഴ വന്നപ്പോൾ മഴയോട് മഴ. പലയിടത്തും ഉരുൾപൊട്ടലായി, വെള്ളത്തിനടിയിലായി. അപ്പോൾ എന്താ, അത്യാവശ്യം മതി അല്ലേ, എല്ലാ അത്യാവശ്യത്തിനും പോരെ. കാരണം നമ്മൾ പവർ കട്ടാണ് നമ്മുടെ വിഷയമെങ്കിൽ പവർ കട്ട് സമയത്ത് നമുക്ക് വിളക്കാണെങ്കിലും കത്തിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇൻവെർട്ടർ ഉള്ളവർക്ക് അത് വലിയ വിഷയമല്ല. അല്ലാത്തവർ വിളക്കല്ലെങ്കിൽ മെഴുകുതിരി മേടിച്ച് കത്തിച്ച് വയ്ക്കണം. അല്ലാതെ ഇപ്പോൾ ഈ പെട്ടെന്നൊരു ഈ ഹെവിനെസ് പോലത്തെ ഹെവി ആയിട്ടുള്ള മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എത്രയോ പേരാണല്ലേ മരിക്കുന്നതും, എത്ര പേരുടെ മരണം ഉണ്ടാകുന്നതും. നമ്മളെ കുറച്ച് പേർക്ക് വലിയ ആഘാതമൊന്നും ഇല്ലെങ്കിലും പലയിടത്തും പല കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വീടുകൾ വെള്ളത്തിനടിയിലായിപ്പോയവരും മരണപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയുള്ള ആഘാതം താങ്ങാൻ നമുക്ക് പറ്റില്ല. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ അത്യാവശ്യത്തിന് മഴ, അത് പവർ കട്ടാണെങ്കിലും നമുക്ക് എന്താണ്, മെഴുകുതിരി ആണെങ്കിലും കത്തിച്ച് വെച്ചാൽ മതി. ജീവഹാനിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ചേമ്പലയിൽ വെള്ളമൊക്കെ, ഇത് ഇഷാനിയാണ് കേട്ടോ എടുക്കുന്നത്. അവളാണ് ഈ ചേമ്പലയിൽ വെള്ളമൊക്കെ എടുത്ത് കളിക്കുന്നത്.
അപ്പോൾ നമ്മുടെ അവിടെ വലിയ വെള്ളം നിൽക്കില്ല, കാരണം നമ്മുടെ അവിടെ തോടുകളും ഒക്കെ ഉണ്ട്. ഇത് ആലപ്പുഴ നിറച്ച് വെള്ളമാണ്. ആലപ്പുഴ വെള്ളത്തിൻ്റെ നടുക്കാണെങ്കിലും നമുക്ക് എന്താണ് വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം പോലെയാണിത്. ഈ തോടുകളിലുമൊക്കെ നമ്മുടെ വീടുകളിൽ വരുന്ന വെള്ളം തോടുകളിലുമൊക്കെ നിറഞ്ഞ് കായലിലേക്ക് പോവുകയാണ് ചെയ്യാറ്. നമ്മുടെ വീടുകളിലൊന്നും അധികം വെള്ളം നിൽക്കാറില്ല. പിന്നെ ഒന്ന് തോർന്നാൽ തന്നെ അത് മണ്ണിനടിയിലേക്ക് ഈ വെള്ളം പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല. ഈ ഡ്രെയിനേജൊക്കെ അടച്ച് സിറ്റിയൊക്കെ ആക്കിയിട്ട് വികസനം അവിടെയൊക്കെ വെള്ളപ്പൊക്കമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു സിറ്റിയൊക്കെ നമ്മൾ ആയിട്ടൊക്കെ വരുമ്പോൾ ഒരു ബിൽഡിങ്ങൊക്കെ പണിയുമ്പോൾ ആദ്യം നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റവും വെള്ളമൊക്കെ എങ്ങനെ പോകുന്നു, ഒഴുകിപ്പോകാൻ സൗകര്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ പിന്നെയും വെള്ളപ്പൊക്കവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും വീട് ടൈലിടുക, വീടിൻ്റെ ഇൻ്റർലോക്ക് ചെയ്യുക, അതൊക്കെയല്ലേ പണി. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും വെള്ളത്തിനിടയിലായിപ്പോവും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ 2 പേരും കൂടി മഴ ആസ്വദിക്കാനായിട്ട് പോയി നിൽക്കുകയാണ്, ചേട്ടത്തിയും അനിയത്തിയും. അപ്പോൾ ഇതൊക്കെയാണ് ബി സേഫ്. അപ്പോൾ താങ്ക് യു ഓൾ.